അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കോപ്പ് കൂട്ടുമെന്നുള്ള ഒരുപാട് ശ്രുതികളും നമ്മൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി UDF എന്തായാലും എന്ത് ചെയ്യില്ല, തെരഞ്ഞെടുപ്പിനെ നേരിടില്ല. പക്ഷേ UDFന് ശക്തമായ ഭൂരിപക്ഷം, അതായത് ശക്തമായ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പോ നിലവിൽ ഈ പറയപ്പെടുന്ന LDFനുള്ളതുപോലെ ഒരു 99 സീറ്റുകളിലേക്കൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്താൻ UDFനെ കൊണ്ട് സാധിക്കില്ല എന്നത് വ്യക്തമാണ്. എങ്കിലും BJP അവരുടെ നില മെച്ചപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. ഒരു 4-5 സീറ്റുകളിലേക്ക്, ഒരു 10 സീറ്റിൽ അവർ ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് വരികയും 3, 4, 5 സീറ്റുകൾ വരെ BJPക്ക് നേടാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലുണ്ട്. അവരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, അവർ വളർന്നുന്ന രീതി പരിശോധിച്ചാൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രീതികളും പാറ്റേണും അവരുടെ 20% എന്ന് പറയുന്ന വോട്ട് ഷെയറിലേക്കുള്ള വർധനവും ഒക്കെ പരിശോധിച്ചാൽ BJPക്ക് വ്യക്തമായ സാധ്യതകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും LDFന്റെ ഉരുക്കുകോട്ടകളായി നിൽക്കുന്ന 40ഓളം സീറ്റുകൾ, ഷോർട്ട് സീറ്റുകൾ LDFനുണ്ട്. അതേസമയം UDFന് അത്തരത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഉരുക്കുകോട്ടകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടകൾ വളരെ തുച്ഛമാണ്, തുച്ഛമാണ്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി വിജയിക്കാൻ സാധിക്കുന്ന 15-16 സീറ്റുകൾ അവർക്ക് കൃത്യമായുണ്ട്. കഴിഞ്ഞ തവണ ഇപ്പോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ 25 സീറ്റുകളിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു. അത് പുനലൂർ അടക്കമുണ്ട്. പുനലൂരൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യാതൊരു വിധമായ സ്ഥലങ്ങളാണ്, സ്വാധീനവുമില്ല. ഒരു സീറ്റ് കൊടുക്കുക എന്ന രീതിയിൽ, ആ മുന്നണിക്ക് ഒരു സീറ്റ് കൊടുക്കുക എന്ന രീതിയിലാണ് പുനലൂരൊക്കെ അവർക്ക് കൊടുത്തത്. കാലാകാലങ്ങളായി അവരോട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ അതടക്കം 25 സീറ്റുകൾ നൽകിയപ്പോൾ 15 പേരെ അതിൽ നിന്ന് വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു. അത് ഒരു വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ 2 സീറ്റുകൾ അവർ സെക്യൂർ ആക്കി നിർത്തി. അവർക്ക് യാതൊരു വിധമായ കോട്ടങ്ങളും ഉണ്ടായില്ല. അവർ വോട്ട് ഷെയർ കുറയുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. PV അൻവറിനെ പോലെ അല്ലെങ്കിൽ KT ജലീലിനെ പോലെ ഈ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടകളിൽ അവരിൽ നിന്ന് തന്നെയൊക്കെ വലിച്ചെടുത്ത, അല്ലെങ്കിൽ UDF ക്യാമ്പിൽ നിന്ന് വലിച്ചെടുത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയി ഇടതുപക്ഷത്തിന് സ്വന്തം സ്ഥാനാർത്ഥികളാക്കി നിർത്തി വിജയിപ്പിക്കാൻ സാധിച്ചു എന്നത് ഇടതുപക്ഷത്തിന്റെ നേട്ടമായി തുടരുമ്പോഴും ഇത്തരക്കാരെ തിരികെ കൊണ്ടുവരുവാൻ, UDFലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു നയമുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന രീതികൾ, ഒരു പ്രയത്നമുണ്ട്. കാണാതെ പോകരുത്. UDFനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ LDFനുള്ളിൽ അസ്വസ്ഥരായി നിൽക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗ് വലിയ രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ പോലും ഈ പറയപ്പെടുന്ന തങ്ങന്മാരെ പോയി കണ്ടിട്ട്, അത് പാണക്കാട് പോയി കണ്ടിട്ടാണ് അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എന്നതാണ്. അപ്പോൾ UDF രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മലബാർ രാഷ്ട്രീയത്തിൽ, ഉത്തര കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനുള്ള പങ്ക് ചെറുതല്ല. അത് തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രി ആയിരുന്ന നാടാണ് കേരളം. അപ്പോൾ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിന് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് വാശി പിടിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ വന്ന കാലത്ത് അത് സാധ്യമാണ്. കാരണം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു. അവിടെയാണ് കൃത്യമായ രാഷ്ട്രീയം വർക്കൗട്ട് ആവുന്നത്. കേന്ദ്രത്തിൽ ഹിന്ദുത്വ സമീപനത്തോടുകൂടി ഹിന്ദുത്വ എന്ന ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു സംഘപരിവാർ ശക്തി നേതൃത്വം കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഭരണം നടത്തുമ്പോൾ, BJP കേരളത്തിൽ വലിയ വേരോട്ടം നടത്തുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ UDF ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ സാധിച്ചില്ല എന്ന വലിയൊരു സത്യമാണ്. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നിലമ്പൂരും തവനൂരും പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയപ്പെടുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തുടർച്ചയായി അവിടെ ജയിച്ചു വരില്ല. ന്യൂനപക്ഷ സമൂഹത്തിന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷമാണ് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളത്. ഇവിടെ സംഘപരിവാർ ശക്തികൾ വേരോടുമ്പോൾ അവർക്കെതിരെ പൊരുതി നിൽക്കാൻ പിണറായി വിജയനെ പോലൊരു നേതാവിനൊപ്പം, അല്ലെങ്കിൽ ആ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നിലകൊള്ളണം എന്ന ഒരു ചിന്ത ഈ പറയപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തള്ളിക്കളയാൻ സാധിക്കുന്ന പക്ഷെ അത് CPMന്റെ പണി കൊണ്ടല്ലേ. അതായത് CPM ഇവിടെ ചെയ്യുന്നത് എന്താണ്? BJP ചെയ്യേണ്ട അതേ പണി തന്നെ CPM കൃത്യമായി, കാരണം ഭൂരിപക്ഷത്തിന്റെ വോട്ട് CPMന് വേണം. അത് ഉറപ്പായിട്ടും വേണം. CPM ചെയ്യുന്ന രീതികളാണ്. പക്ഷെ അവരതിൽ സക്സസ് ആകുന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന പോലെയാണ്. അവരെന്തു മാർഗം സ്വീകരിച്ചിട്ടായാലും അവരുടെ ലക്ഷ്യം എന്താണ്? അധികാരം നിലനിർത്തുക, കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അവരത് കൃത്യമായി ഇടതുപക്ഷം ആ പണി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മറുപടി കൊടുക്കുവാൻ ഈ പറയപ്പെടുന്ന UDF നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത്, തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞുപോയ ഉത്തര കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കൂ. വയനാട്ടിൽ മാത്രമാണ് പച്ചക്കൊടി താക്കേണ്ടി വന്നത്. അതിനുള്ള കാരണം ദേശീയ പ്രശ്നമാണ്.
ഓക്കെ, രാഹുൽ ഗാന്ധി നേരിടുമ്പോൾ അത് ദേശീയ പ്രശ്നമാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പായിട്ട് തന്നെ നമ്മൾ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് UDF എന്നൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം UDF അധികാരത്തിലെത്താൻ സാധിക്കില്ല. ക്രിസ്ത്യൻ സമൂഹം പോലും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ BJP പാതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് സഞ്ചരിച്ചിരിക്കുന്നു. UDF സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമൂഹങ്ങളായ ഈ മുസ്ലിം സമുദായത്തിന്റെയും ഈ ക്രൈസ്തവ സമൂഹത്തിന്റെയും വോട്ട് ബാങ്കായിരുന്നു. കോട്ടയത്തും ഈ പറയപ്പെടുന്ന ആ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ഈ UDF ഒഴുകിയിരുന്ന ഒരു കാലമുണ്ട്. അത് മാറിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രബലമായ പാർട്ടി പോലും LDF പോയിരിക്കുന്നു. NSSന്റെ അനുഗ്രഹാശിസുകളോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കേരള കോൺഗ്രസ് B അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ LDF അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ റാഞ്ചി കൊണ്ടുപോകാൻ ഇടതുപക്ഷം വലിയ ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ തവണ 41 സീറ്റുകളാണ് UDF കേരളത്തിൽ നേടാൻ സാധിച്ചത്. ഏറ്റവും വിരോധാഭാസം എന്ന് പറയട്ടെ, അവിടെ അതിൽ 25 സീറ്റുകൾ മത്സരിച്ച IOML 15 സീറ്റുകൾ നേടാൻ സാധിച്ചു. 80-ൽ പരം സീറ്റുകളിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആകെ നേടാൻ കഴിഞ്ഞത് ഈ കിടക്കുന്ന 21 സീറ്റാണ്. 6 സീറ്റിന്റെ വ്യത്യാസമേ കേരള നിയമസഭയിൽ ആര് തമ്മിലുള്ളൂ. ഏറ്റവും പ്രബല പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും IOML തമ്മിലുള്ള ഈ 6 സീറ്റ് കൂടെ പോയിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ലഭിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പിന്നീട് UDF ചെറിയ പാർട്ടികളെ പരിശോധിച്ചാൽ ഈ പറയപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ 2 സീറ്റും കേരള കോൺഗ്രസ് ജേക്കബ് ഭാഗത്തിന് 1 സീറ്റും RMB നമുക്ക് RMB എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ UDF ചേർന്നതാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്നാൽ പോലും ഞാൻ പറയാണ്, RMBക്ക് KK രമ എന്ന് പറയുന്ന ഒരു പ്രതിനിധിയും ഒരു സ്വതന്ത്ര പ്രതിനിധിയുമാണ് UDF ഉള്ളത്. UDF നിന്ന ഒരു സമയത്ത് LDF പ്രബല പാർട്ടിയായിരുന്ന RSPക്ക് പോലും സീറ്റുകളൊന്നും ലഭിക്കാതെ നിർജീവമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കൊല്ലം എന്ന് പറയുന്ന RSPയുടെ ഏറ്റവും കരുത്തുറ്റ മേഖലയായിരുന്നു. നമ്മൾ ഒരു പ്രതിനിധിയെ പോലും നിയമസഭയിൽ എത്തിക്കാൻ RSPക്ക് സാധിച്ചിട്ടില്ല എന്നത് നിരാശാജനകമായ പെർഫോമൻസ് ആണ്. അവിടെ തന്നെ ഇരവിപുരത്തായിരുന്നു മുസ്ലിം ലീഗ് നേരത്തെ മത്സരിച്ചു. അതിനുശേഷം ഒരു RMB വന്നപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കണമെന്നായിരുന്നു. RSP വന്നതുകൊണ്ട് RSPക്ക് സീറ്റ് കൊടുക്കാനായി ഇരവിപുരം RSP കൊടുക്കുകയും പിന്നീട് അവിടെ മത്സരിച്ചിരുന്ന മുസ്ലിം ലീഗിനെ പുനലൂരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ മുസ്ലിം ലീഗ് ഇരവിപുരത്ത് ഈ പറയപ്പെടുന്ന രീതിയിൽ RSPക്ക് വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടും കാര്യമില്ല. അതൊരു പിണറായി വിജയൻ ട്രെൻഡിൽ വിജയിച്ച് കയറിയതാണ്. പിന്നെ നൗഷാദ് എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു നേതാവ് അവിടെ മത്സരാർത്ഥിയായി വരുന്നു. അതിനേക്കാൾ ഏറ്റവും വലിയ പരാജയമില്ലേ ചവറയിൽ സംഭവിച്ചത്? ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ബേബി ജോണിനെ പോലെ അത്രയും പ്രഗത്ഭനായ ഒരാളുടെ മകൻ മന്ത്രിയായിരുന്ന ഒരാൾ 2 തവണ പരാജയപ്പെടുക എന്ന് പറയുന്നത്, അതും ഡോക്ടർ സുജിത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത വ്യവസായിയായ വിജയമുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ MLA ആയി അതിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ ഡോക്ടറായ മകൻ പണക്കൊഴുപ്പെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. എന്തായാലും MLA ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡോക്ടർ സുജിത്തിനെ കുറിച്ച് പിന്നൊന്നും കേൾക്കാനില്ല, മണ്ഡലത്തിൽ ഉണ്ടാവും, പുറത്തേക്കൊന്നും കേൾക്കാനില്ല, വലിയ പെർഫോമർ ഒന്നുമല്ല. ശുഭോപയോഗിച്ചോണ്ട് അങ്ങനെയാണോ? കേരള രാഷ്ട്രീയം മുഴുവൻ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയാണ് അവിടെ പരാജയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് വന്നാൽ, UDF എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വന്നാൽ മുസ്ലിം ലീഗിന് 25 സീറ്റുകളാണ് ലഭിക്കുക. അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. 25 കിട്ടിയെന്നിരിക്കട്ടെ, 25 കൂടുതൽ കിട്ടുന്നത് നമ്മൾ പരിഗണിക്കണ്ട. അതിലൊരു 20 21 സീറ്റുകൾ, പുനലൂർ പോലുള്ള സീറ്റുകൾ മാറ്റി നിർത്തി ബാക്കിയുള്ള സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചാൽ മുഖ്യമന്ത്രി പദത്തിന് തന്നെ അവർ പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ സപ്പോർട്ടില്ലാതെ UDF അധികാരത്തിലെത്താൻ സാധിക്കില്ല. ഓപ്പറേഷൻ താമര ഒന്നും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഓപ്പറേഷൻ അരിവാള് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊന്നും LDF ഇല്ല എന്നുള്ളത് മറ്റൊരു. അല്ലെങ്കിൽ പിന്നെ ഉപമുഖ്യമന്ത്രി കൊടുക്കും. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും കൃത്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി UDF അധികാരത്തിലെത്തിയാൽ മാത്രമാണ്, ഞാൻ ഇപ്പോഴും അതിന് ഉറപ്പ് പറയുന്നില്ല, അധികാരത്തിലെത്തിയാൽ PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയാകും. CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അതുപോലൊരു താക്കോൽ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിന് പ്രതിനിധി ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു തിരിച്ചടി, UDF നിൽക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ കൃത്യമായി വർഗീയവൽക്കരിക്കും ആര്? BJPയും അണിയറയിൽ ഇരുന്നു കൊണ്ട് CPM വർഗീയവൽക്കരിക്കും. രണ്ടായാലും അത് UDF ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അത് നേരിടാൻ UDF തയ്യാറാവുക തന്നെ വേണം. ഇപ്പോ സാദിഖ് അലി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളുണ്ട് എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടും യോഗ്യനാണ്. കാരണം മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ, അതായത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, പാലാരിവട്ടം പാലത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ട് മാറ്റിവെക്കുക. മലബാർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാതെ പോകാൻ സാധിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണ്. ഈ മുനീർ സാഹിബ് PWD വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന പല പദ്ധതികളുടെ എക്സ്പ്രസ് ഹൈവേ
പോലെ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അവരെ തഴയാൻ പറ്റില്ല. അത് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്ന് ഇന്ന് കേരള രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗിനെ തന്നെ നയിക്കുന്ന ഒരു നേതാവായി മാറിയത് അവര് മുസ്ലിം ലീഗിന്റെ ആളുകളാണ് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടുന്ന അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കൊടുക്കാതിരിക്കാൻ UDF സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് തന്നെ ആയാലും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു കറുത്ത കുതിരയാണ്. അപ്പോൾ അത് അവർക്ക് UDF അർഹിക്കുന്ന പരിഗണന കൊടുത്തില്ലെങ്കിൽ അവരെ റാഞ്ചാൻ ഇവിടെ LDF തയ്യാറാണ് എന്നുള്ളത് ഏറ്റവും വ്യക്തമായ കാര്യമാണ്, യാഥാർത്ഥ്യവുമാണ്. അപ്പം കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന തർക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. നിയമസഭയിൽ അവർ ഞങ്ങൾ ഒരുമിച്ചാണ്, നിങ്ങളാണ് പ്രശ്നക്കാരെന്നൊക്കെ പറയുന്നെങ്കിലും അവർക്കുള്ളിൽ തർക്കങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോഴും മുസ്ലിം ലീഗിൽ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളല്ല സംസാരങ്ങൾ നടക്കുന്നുണ്ട്. സമയമാകുമ്പോൾ അവർ ആവശ്യപ്പെടുക തന്നെ ചെയ്യാം. 5ാം മന്ത്രിക്ക് വേണ്ടി അവർ കാണിച്ച പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ജനാങ്കുഴി അലിയെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി അവരെടുത്ത നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരത് ആവശ്യപ്പെടും. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും കൊടുക്കാതെ UDF അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല.